മോഹൻലാലിനു പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ അവാർഡുകൾ നഷ്ടപ്പെട്ടേക്കും. കേരളത്തിന്റെ അഭിമാനമായിരുന്ന മോഹൻലാലിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നത്. വിവിധ ഭാഷകളിലായി 400-ൽ പരം സിനിമകളിൽ അഭിനയിച്ച അഭിനയകുലപതി ആയിരുന്ന മോഹൻലാലിന്റെ കഷ്ടകാലം ആരംഭിച്ചതായിട്ടാണ് തോന്നുന്നത്. ഇത് പൃഥ്വിരാജ് അറിഞ്ഞുകൊണ്ട് മോഹൻലാലിന് ഒരു പണി കൊടുത്തതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. 146-ൽ പരം അവാർഡുകൾ കരസ്ഥമാക്കിയ അഭിനയ ചക്രവർത്തി, 5 നാഷണൽ അവാർഡുകൾ. 1989-ൽ കിരീടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയതലത്തിൽ സ്പെഷ്യൽ അവാർഡ്, 1991-ൽ ഭരതം എന്ന ചിത്രത്തിന് നാഷണൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്, 1999-ൽ വാനപ്രസ്ഥം എന്ന ചിത്രത്തിന് ദേശീയതലത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡും ബെസ്റ്റ് പ്രൊഡ്യൂസർ അവാർഡും 2016-ൽ പുറത്തിറങ്ങിയ ജനത ഗാരേജ് എന്ന തെലുങ്ക് ഫിലിമിനും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ എന്നീ മലയാളം ചിത്രങ്ങൾക്കും ദേശീയതലത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡുകൾ. കൂടാതെ 1986, 1991, 1995, 1999, 2005, 2007 എന്നീ വർഷങ്ങളിലെ കേരള സംസ്ഥാന ബെസ്റ്റ് ആക്ടർ അവാർഡുകളും മറ്റു ഒട്ടനവധി അവാർഡുകളും ഡോക്ടറേറ്റുകളും നൽകി ആദരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മോഹൻലാൽ. കൂടാതെ ഇന്ത്യ മഹാരാജ്യം 2001-ൽ പത്മശ്രീയും 2009-ൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവിയും 2010-ൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റും 2013-ൽ വേൾഡ് ടേക്വോണ്ടോ ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്ത് കൊറിയയിൽ നിന്നും ഹോണററി ബ്ലാക്ക് ബെൽറ്റ് ഇൻ ടേക്വോണ്ടോയും 2018-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റും 2019-ൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 3ാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അവാർഡും നൽകി ആദരിച്ച വ്യക്തിയിൽ നിന്നും പത്മഭൂഷൺ അവാർഡും പത്മശ്രീയും ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവിയും തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ വലിയ ഹൈപ്പ് കൊടുത്ത, ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായ എമ്പുരാനിൽ ആരും അറിയാതെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച മതസ്പർദ്ധ പൂർവാധികം ശക്തിയോടെ ഇപ്പോൾ ഇന്ത്യയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSും ഹിന്ദു ഐക്യവേദിയും മറ്റു ഹിന്ദു ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ സിനിമ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം നൽകി കഴിഞ്ഞു. കൂടാതെ ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന രീതിയിലുള്ള സിനിമ പുറത്തിറക്കിയ പ്രൊഡ്യൂസർമാരുടെയും സിനിമ ഡയറക്റ്റ് ചെയ്ത സംവിധായകനായ പൃഥ്വിരാജിന്റെയും പേരിൽ കേസെടുക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു കഴിഞ്ഞു. കൂടാതെ എമ്പുരാൻ എന്ന ഈ സിനിമയിൽ ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും അവഹേളിക്കുന്നതുമായ ഭാഗങ്ങൾ കുത്തിനിറച്ചതാണെന്നുള്ള അഭിപ്രായങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു പോസ്റ്ററിൽ "ദിസ് എ ഡീൽ വിത്ത് എ ഡെവിൾ" എന്ന് പറഞ്ഞിരിക്കുന്നതുപോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആരോ ഒരാൾ ചെകുത്താനുമായി ചെയ്ത ഡീൽ ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ പോകുന്നത് മോഹൻലാലിനെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. കാരണം സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരുടെ മനസ്സിൽ വെറുപ്പിന്റെ വിത്തുപാകുവാൻ കാരണമായ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിക്ക് ദേശസ്നേഹികൾക്ക് കൊടുക്കുന്ന ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവി ഒരിക്കലും അർഹതപ്പെട്ടതല്ല. അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മോഹൻലാലിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുത്തേക്കും. അതിനു ആവശ്യമുള്ള തെളിവുകൾ ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആർമി ചീഫിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും നൽകുമെന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം പത്മശ്രീ അവാർഡും പത്മഭൂഷൺ അവാർഡും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഹോണററി ഡോക്ടറേറ്റുകൾ നഷ്ടമായേക്കും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പരസ്യമായി അവഹേളിച്ചതും ഇന്ത്യൻ ഭരണഘടനയെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അവഹേളനപാത്രമാക്കിയതും ചോദ്യം ചെയ്യപ്പെടും. അതിന് കൃത്യമായ ഉത്തരം ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസർമാർക്കും സംവിധായകനും കഥാകൃത്തിനും പ്രധാന നടനും കൊടുക്കുവാൻ പറ്റിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. NIA, ED എന്നിവരുടെ അന്വേഷണം ഉണ്ടായേക്കാം. ഇതിൽ പണമിറക്കിയവരുടെ പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കൊടുക്കേണ്ടി വരും. അയൽ രാജ്യങ്ങളുടെ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന അന്വേഷണം നടക്കും. കൂടാതെ തീവ്രവാദികളുമായി ഈ ചിത്രത്തിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. അതിനായി ചിലപ്പോൾ ഫോൺ ഹിസ്റ്ററി എടുക്കും. അങ്ങനെ എമ്പുരാൻ എന്ന ചലച്ചിത്രം ഇതുവരെ മറ്റൊരു സിനിമക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. ഇതോടെ എമ്പുരാൻ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്കും അതിന്റെ ഡയറക്ടറിനും കഥാകൃത്തിനും 8ന്റെ പണി കേന്ദ്രത്തിൽ നിന്നും ഉടൻ ഉണ്ടായേക്കുമെന്നാണ് കേൾക്കുവാൻ കഴിഞ്ഞത്. എന്തായാലും സാത്താനുമായി ഡീൽ ഉറപ്പിച്ച വ്യക്തിക്ക് ഇനി തിഹാർ ജയിലിൽ ഇരുന്നു ബാക്കി ഡീൽ പ്ലാൻ ചെയ്യാനായിരിക്കും വിധി. ഈ ലോകത്തിന്റെ എമ്പുരാനായി സാത്താനെ അല്ലെങ്കിൽ ലൂസിഫറിനെ അഭിഷേകം ചെയ്തപ്പോൾ സിനിമ എന്ന കലാരൂപത്തെയാണ് ചിലർ വ്യഭിചാരം ചെയ്തത് എന്നത് ഒരിക്കലും നിസ്സാരമായി കാണരുത്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, ആരുടെ വേണമെങ്കിലും കാലുനിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ നീതിപീഠം ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുവാൻ ചില മത തീവ്രവാദികൾ വീണ്ടും തയ്യാറാകും. ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാത്താന്റെ ശക്തി ഇല്യൂമിനേറ്റി ആയിരുന്നോ അതോ അയൽ രാജ്യങ്ങളാണോ?
അതുമല്ല എങ്കിൽ ISIS പോലെയുള്ള വല്ല ഭീകര സംഘടനകളാണോ ഇതൊക്കെ? NIA പോലെയുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണം. എന്തായാലും ചെകുത്താന്റെ ഡീൽ കേരളത്തിൽ ഇനി വേണ്ട പോലെ നടപ്പാകില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുകയും ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.